ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയോട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയണമെന്നുള്ള ചിന്താഗതിയിൽ സച്ചി ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു. ഇതിനിടയിലാണ് ഗോകുലിന് ഭക്ഷണം ഊട്ടിക്കൊടുക്കാനായിട്ട് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കാൻ നിർബന്ധിച്ചുകൊണ്ട് അവന്തികയും കുട്ടികളും ഒരുപോലെ അർച്ചനയുടെ തലങ്ങും വിലങ്ങും നിന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ അർച്ചന അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഗോകുലിന് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നു. അത് കണ്ടുനിന്ന സച്ചിയുടെ മനസ്സാകെ തകർന്നു. അങ്ങനെ ഒരു കാര്യം തനിക്ക് ചെയ്യേണ്ടി വന്നതിന്റെ കുറ്റബോധത്തിൽ അർച്ചന ഉടനെ തന്നെ വാഷ്റൂമിൽ പോവുകയായിരുന്നു. ഇത് കണ്ട ഉടനെ ഗൂഗിൾ കാര്യം അന്വേഷിച്ചപ്പോഴേക്കും താനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ കണ്ണില് എന്തോ ഒരു നീറ്റൽ എന്നറിയിച്ചു. അതെ, എന്തേലും മുളക് എടുത്ത കൈകൊണ്ട് കണ്ണിലെങ്ങാനും തൊട്ട് കാണും, ഞാൻ കൂടി വരാമെന്ന് പറഞ്ഞപ്പോൾ മനഃപൂർവ്വം ഗൂഗിളിനെ ഒഴിവാക്കുകയാണ് അർച്ചന. അതിനുശേഷം വാഷ്റൂമിലെത്തിയ അർച്ചന വേദനയോടെ ചിന്തിച്ചു, ഞാൻ എന്തൊക്കെയാ ഇന്ന് ചെയ്തത് എന്നാലോചിച്ച് സങ്കടത്തോടെ അർച്ചന അങ്ങനെ നിൽക്കുമ്പോഴാണ് തൊട്ടു പിന്നാലെ സച്ചി വാഷ്റൂമിലേക്ക് കയറിയിരുന്നത്. സച്ചി അരികിലേക്ക് വരുന്നത് കണ്ടതോടെ അർച്ചനയുടെ ഹൃദയമിടിപ്പ് വല്ലാതെ വർദ്ധിച്ചു. സച്ചി അരികിലേക്ക് എത്തി ഉടനെ തന്നെ അർച്ചന അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും സച്ചി അർച്ചനയെ പിടിച്ചു നിർത്തി. എവിടെ പോ അർച്ചന നീ എന്ന് ചോദിച്ചുകൊണ്ട് അർച്ചനയെ പിടിച്ചു നിർത്തിയിട്ട് അർച്ചനയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി കയ്യിൽ പിടിച്ച് സച്ചി പറഞ്ഞു, ഈ കഴുത്തിൽ കിടക്കുന്ന താലി ഇത് ഞാൻ കെട്ടിത്തന്നതാണ്, ഞാൻ ചാർത്തിയ താലിയാണിത്. എന്നിട്ട് നിനക്കിപ്പോൾ ഞാൻ അന്യനായി മാറിയിരിക്കുകയാണല്ലേ അർച്ചന, നീ എന്തെന്നെ മനസ്സിലാക്കാത്തത് എന്നല്ല സച്ചി വേദനയോട് ചോദിക്കുമ്പോൾ, ഞാൻ അർച്ചനയല്ല, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ ഭാര്യയെ നഷ്ടപ്പെട്ടുവെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ ഭാര്യയെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്ന് വെച്ച് എൻ്റെ പിന്നാലെ ഇങ്ങനെ വന്നാൽ ഇനിയും നിങ്ങളെന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. ഞാൻ നിങ്ങളുടെ അർച്ചനയല്ല, ഞാൻ അഡ്വക്കേറ്റ് ഗോകുൽ രാജിൻ്റെ ഭാര്യ സമൃദ്ധയാണെന്ന് പറഞ്ഞ് അർച്ചന മുഖം തിരിച്ച് അങ്ങനെ കടുത്ത വാക്കുകൾ പറയുമ്പോൾ മനസ്സിൽ വേദനയോടെ ശശിയുടെ അരികിലേക്ക് ഓടി ചെല്ലാനുള്ള വെമ്പൽ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് വേദനയോടെ ആ സങ്കടങ്ങൾ കടിച്ചമർത്തി അർച്ചന അവിടെ വീണ്ടും അഭിനയം തുടർന്നു. സച്ചിന മനസ്സിൽ പറഞ്ഞു, സച്ചിയുടെ അരികിലേക്ക് ഓടിയെത്തി ഞാൻ സച്ചിയേട്ടൻ അർച്ചനയാണെന്ന് പറഞ്ഞ് ആ നെഞ്ചിലേക്ക് ചേരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചാൽ അവന്തിക എൻ്റെ സച്ചിയേട്ടൻ്റെ ജീവൻ എടുക്കും. അവൾ ഒരു പിശാചിനെ പോലെ പിന്തുടർന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇതെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴേക്കും പിന്നിൽ നിന്ന് സച്ചി ചോദിച്ചു, അർച്ചന, നിനക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതം തകർത്ത് കളഞ്ഞ, അല്ലെങ്കിൽ നിന്റെ ജീവിതം തകർത്ത് കളഞ്ഞ ആ അവന്തികയോട് ഇത്ര സൗഹൃദം പുലർത്താൻ കഴിയുന്നു? അവളോട് എങ്ങനെ നിനക്ക് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശശി അർച്ചനയ്ക്കരികിലേക്ക് എത്തി. ഇതെല്ലാം കേട്ടു നിന്ന് സഹിക്കാനാകാതെ അർച്ചന പറഞ്ഞു, ദേ, ഇനി എൻ്റെ അരികിലേക്ക് നിങ്ങൾ ഇങ്ങനെ വന്നാൽ, ഇത് എത്ര തവണയായി നിങ്ങൾ എന്നെ പിന്തുടർന്ന് ഇങ്ങനെ വരുന്നു, ഇനിയും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടായെന്ന് വരില്ല എന്ന് അർച്ചന ദേഷ്യത്തോടെ സച്ചിയോട് വെട്ടി തുറന്ന് പറയുമ്പോൾ അത് കേട്ടു നിൽക്കുന്ന സച്ചിക്ക് വല്ലാത്ത ഞെട്ടലും വല്ലാത്തൊരു തിരിച്ചടിയുമാണ് ഉണ്ടാവുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത വാക്കുകളായിരുന്നു അർച്ചനയുടെ ഭാഗത്ത് നിന്ന് സച്ചിക്ക് നേരെ ഉണ്ടായത്. ഇനിയും തൻ്റെ പിന്നാലെ ഇങ്ങനെ വന്നാൽ താൻ ജീവനോട് ഉണ്ടാവില്ല എന്ന് ഒരു ഭീഷണി അർച്ചന മുഴക്കിയപ്പോൾ അത് കേട്ട് നിന്ന് സച്ചി പറഞ്ഞു, വേണ്ട വേണ്ട, നീ അല്ല മരിക്കേണ്ടത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സങ്കടത്തോടെ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. ഈ കാഴ്ച കണ്ടു നിന്ന് അർച്ചനയുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. താൻ എന്തോ ക്രൂരതയാണ് ഈ കാണിച്ചത്, അങ്ങനെയൊന്നും സച്ചിനോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് കുറ്റബോധത്തോടെ അർച്ചന അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ശശി അവിടുന്ന് നടന്നു നീങ്ങുന്ന കാഴ്ച അർച്ചന വേദനയോട് നോക്കിയിരുന്നു. സച്ചിനോട് എന്തിനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന സങ്കടം അർച്ചനയുടെ മനസ്സിനെ അലട്ടി. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് സങ്കടത്തോടെ അർച്ചന അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ശശി വേദനയോടെ നടന്നു നീങ്ങുന്ന കാഴ്ച അർച്ചനയുടെ മനസ്സിനെ വല്ലാതെ തകർത്തു. ശശി അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഇനി മരിക്കേണ്ടത് നീയല്ല എന്നും നിന്റെ പിന്നാലെ ഞാൻ വരുന്നത് നിനക്ക് ഇഷ്ടമല്ല എങ്കിൽ ഇത്രയും കാലം ഞാൻ ജീവിച്ചത് തന്നെ നിന്നെ കാണാൻ വേണ്ടിയായിരുന്നു, നിന്നെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. എന്നാൽ നിന്നെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ നിന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഞാൻ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്തിനു ജീവിക്കണം? നിന്നെ എനിക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഇത്രയും നാളും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ നീ തിരിച്ചു വന്നെങ്കിലും നിന്നെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും നിന്റെ ഓർമ്മകളിലോ നിന്റെ ജീവിതത്തിലോ എനിക്കൊരു സ്ഥാനവുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ജീവിക്കുന്നത് എന്തിനാണ്? ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് മരിക്കേണ്ടത് നീയല്ല അർച്ചന, ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശശി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആശയുടെ മനസ്സിനെ ശശിയുടെ വാക്കുകൾ വല്ലാതെ ആടിയൊലിച്ചു. ദൈവമേ, ശശിയുടെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നൊരാശങ്ക ആശയുടെ മനസ്സിനെ അലട്ടി. അതുകൊണ്ട് പിന്നാലെ അർച്ചന വേഗം തന്നെ ശശി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അത് നോക്കിക്കൊണ്ട് പിന്നാലെ ഓടിയെത്തുകയാണ് അർച്ചന. വാതുക്കിലേക്ക് വന്ന് സച്ചിയേട്ടാ എന്ന് വിളിക്കുമ്പോഴേക്കും അർച്ചനയെ അവിടെ വിളി കേൾക്കാൻ നിൽക്കാതെ സച്ചി കാറിനുള്ളിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് അർച്ചനയെ കാണാത്തത് കൊണ്ട് ഗൂഗിൾ സംശയത്തോടെ അർച്ചന സമൃദ്ധയെ കണ്ടില്ലല്ലോ എന്ന് അവന്തികയോട് പറയുമ്പോഴേക്കും ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവന്തിക വേഗം തന്നെ അവിടെ നിന്നിട്ട് വാഷ്റൂമിലേക്ക് പോയി.
അവിടെ ചെന്ന് അർച്ചനയെ കാണാതായപ്പോൾ പുറത്തെ ഉണ്ടാകുമെന്നോർത്ത് വാഷ്റൂമിന്റെ വെളിയിലേക്ക് വരുമ്പോഴാണ് അർച്ചന അവിടെ പുറത്തേക്ക് ആരെയോ നോക്കി നിൽക്കുന്ന കാഴ്ച കണ്ടത്. അപ്പോഴേക്കും സച്ചി തന്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അർച്ചന വേദനയോടെ അങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ട് കണ്ണീരണിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന അർച്ചനക്കരികിലേക്ക് അവന്തിക എത്തി. സമൃദ്ധ എന്ന് വിളിച്ചതും പെട്ടെന്ന് ഞെട്ടലോടെ അവന്തികയുടെ ശബ്ദം കേട്ടപ്പോ പിന്തിരിഞ്ഞ് നോക്കുന്നതിന് മുൻപ് തന്റെ കണ്ണുനീര് തുടച്ചിട്ട് മുഖത്തൊരു പുഞ്ചിരി വരുത്തി അർച്ചന അവന്തികയെ നോക്കി. എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും അവന്തിക അരികിലേക്ക് തിരിച്ചു. എന്ത് പറ്റിയ സമൃദ്ധ എന്താ ആരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, അതെ, പരിചയമുള്ള ആരോ ഇതിലെ പോയതുപോലെ തോന്നി, അതാ എന്ന് പറഞ്ഞ് വാ സമൃദ്ധ നമുക്ക് പോകാം, വാ അവന്തിക നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വേഗം തന്നെ അർച്ചന അകത്തേക്ക് കയറി പോകുമ്പോൾ അവന്തിക വീണ്ടും സംശയത്തോടെ അവിടെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് കുട്ടികളോടൊപ്പം വന്നിരുന്ന ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നിട്ടും അത് കഴിക്കാൻ അർച്ചനയ്ക്ക് കഴിയുന്നില്ല. എല്ലാവരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുമ്പോൾ അർച്ചന മാത്രം അതൊന്നും കഴിക്കാതെ അങ്ങനെ ഇരുന്നു. എൻ്റെ അടുത്തിരുന്ന് എൻ്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞവൾ എൻ്റെ ഒപ്പം ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. എന്നെ ഓരോന്നും പറഞ്ഞ് ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്ന ധാരണയിൽ പലതും പറഞ്ഞ് എന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളെ ഞാൻ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവന്തിക്ക് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അർച്ചനയോട് ഗോകുൽ ചോദിച്ചു, എന്തു പറ്റി അർച്ചന, എന്തു പറ്റി സമ്പത, താനെന്താ കഴിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിശക്കുന്നില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്നതായിരുന്നു മറുപടി. എന്താ ഭക്ഷണത്തിൽ ടേസ്റ്റ് ഇല്ലേ എന്ന് ഗോകുൽ സംശയപ്പെട്ട് ചോദിക്കുമ്പോൾ അവന്തിക പറഞ്ഞു, എനിക്ക് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. ഈ സ്ഥലത്തെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന, അതും ടേസ്റ്റി ഫുഡ് കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഫുഡിനൊക്കെ എന്ന് നല്ല ടേസ്റ്റാ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അത് കഴിക്കുന്ന കണ്ടപ്പോൾ അർച്ചന വേഗം ചാടി എഴുന്നേറ്റ് അവന്തികയുടെ കർണത്തടിക്കണം. ഇത് വല്ലാത്ത ഞെട്ടലിൽ അവന്തിക അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും അർച്ചന തന്നെ അടിച്ചു എന്നത് ഒരു വല്ലാത്ത അതിശയത്തോടെ, അതും കുട്ടികളും ഗോകുലുമൊക്കെ ആകെ അതിശയപ്പെട്ട് അവന്തികയുടെ മുഖത്ത് അർച്ചന അടിച്ചതിന്റെ ഞെട്ടലിൽ ഇരിക്കുകയാണ്. ഇക്കാര്യം ഓർത്ത് അങ്ങനെ അർച്ചന ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അവന്തിക വിളിച്ചു, അർച്ചന. ഉടനെ അർച്ചനയെ ഓർത്തു, താൻ അങ്ങനെ ഒന്ന് ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എങ്ങനെയായിരിക്കുമെന്ന്. അതുകൊണ്ട് അർച്ചനയ്ക്ക് അവന്തിക്ക് ഒന്ന് തല്ലണമെന്നുള്ള അർച്ചനയുടെ അതിയായ മോഹം. അർച്ചന വീണ്ടും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ അങ്കലാപ്പിൽ നിന്നു. പെട്ടെന്ന് അർച്ചന ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ ഗൂഗിൾ പറഞ്ഞു, എടോ, തനിക്ക് വേണമെങ്കിൽ താൻ പോയി കൈ കഴിക്കൂ എന്ന് അറിയിച്ചു. ഉടനെ അർച്ചന അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയതും മനഃപൂർവ്വം അവന്തികയുടെ ദേഹത്തേക്ക് അവിടെ ഇരുന്ന ആ ചിക്കൻ കറി ദേഹത്തേക്കായിട്ട് വീഴിക്കണം. ഇത് കണ്ടതും അവന്തിക വേഗം ചാടി എഴുന്നേൽച്ചു. എൻ്റെ ദേഹത്താകെ ചിക്കൻ വീണല്ലോ എന്ന് പറഞ്ഞതും ഉടനെ അടുത്തിരുന്ന് ചിപ്പിമോള് പറഞ്ഞു, ആഹാ, അമ്മയ്ക്കിനി ഇപ്പം നല്ല ചിക്കൻ കറിയുടെ മണമായിരിക്കും, അമ്മയുടെ ദേഹത്തും ചിക്കനായേ എന്ന് പറഞ്ഞ് കുട്ടി അങ്ങനെ സന്തോഷിക്കുമ്പോൾ ഇത് കണ്ടു നിന്ന ഗൂഗിൾ പറഞ്ഞു, സാരമില്ല, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വീട്ടിൽ പോയി വേഷം മാറി ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ബീച്ചിലേക്ക് പോകാം. ഇനി നമുക്ക് ബീച്ച് വരെ പോകാമെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഉടനെ ദേഹത്തേക്ക് അങ്ങനെ ചിക്കൻ കറി വീണത് കൊണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു, വേണ്ട, ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം, ഞാനും മോളും കൂടി നേരെ വീട്ടിലേക്ക് പോയിക്കോളാം, നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് പോയിക്കോ എന്നറിയിച്ചു. അപ്പോഴേക്കും ചിപ്പി പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് വരുന്നുള്ളൂ, ഞങ്ങൾക്ക് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞ് നിർബന്ധത്തോടെ ചിപ്പിമോൾ നിൽക്കുമ്പോൾ അവന്തിക പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ തന്നെ വീട്ടിൽ പോയി വാഷ് ചെയ്തോളാം, നിങ്ങൾ കുട്ടിയെ വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇത് കണ്ടുന്ന അർച്ചന, അവന്തികയെ, ഇത് ഈ നീയും ഞാനും തമ്മിലുള്ള, അർച്ചനയും അവന്തികയും തമ്മിലുള്ള രണ്ടാം യുദ്ധത്തിന്റെ ആരംഭമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന മനസ്സിൽ ഉറപ്പിച്ച് പകയോടെ അവന്തികയെ നോക്കിയിരുന്നു. അപ്പോഴേക്കും സച്ചി തകർന്ന മനസ്സുമായിട്ട് കാർ ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. അർച്ചന പറഞ്ഞ വാക്കുകൾ സച്ചിയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ആരതി ഓഫീസിൽ നിന്ന് തൻ്റെ ജോലികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞതും അവന്തികയെ ആരതി വേഗം സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചത്, തന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് സച്ചി വരുമോ എന്നറിയുവാനായിട്ട്. പക്ഷെ അപ്പോഴേക്കും സച്ചി ഫോൺ എടുക്കാതെ കട്ട് ചെയ്ത് കളയുമ്പോൾ ആരതിക്കും ആകെ വല്ലാത്ത ദേഷ്യം. അത് ശരി, അത്രയ്ക്കായോ, എൻ്റെ ഫോൺ കോൾ കണ്ട് കട്ട് ചെയ്ത് കളയാറായോ, എന്നാ ഇന്ന് ഞാൻ ശരിക്കും വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കണം. നിരന്തരമായിട്ട് സച്ചിയുടെ ഫോണിലേക്ക് ആരതിയുടെ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതും സച്ചിക്ക് വീണ്ടും ആകെ ദേഷ്യം. ഒടുവിൽ വണ്ടി സൈഡ് ഒതുക്കിയിട്ട് സച്ചി കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോഴേക്കും ആരതി ചോദിച്ചു, എന്തിനാ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരിക്കുന്നത്, എന്തിനാ തൻ്റെ കോള് കട്ട് ചെയ്ത് കളയുന്നത് എന്ന് ദേഷ്യത്തോടെ ആരതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറഞ്ഞു, എന്താ വക്കീൽ വിളിച്ചത്. ഉടനെ ആരതി ചോദിച്ചു, എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് സച്ചി വരുമോ, ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ജോലിയെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ വരില്ല എന്നതായിരുന്നു സച്ചിയുടെ മറുപടി. എന്താ ഇപ്പോൾ വരില്ലെന്നാണോ, അതോ എത്ര നേരം വെയിറ്റ് ചെയ്യണം, വേറെ എവിടെയെങ്കിലും ഓട്ടം പോയിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പം ഇല്ല, ഞാനിനി എങ്ങോട്ടും വരുന്നില്ല, ഇനി ഒരിക്കലും വരാനും പോകുന്നില്ല, ഇനി ഈ സച്ചി ഇല്ല, സച്ചിയുടെ ജീവിതം ഇനി വേണ്ട, ഇങ്ങനെ ഒരു പാഴ് ജീവിതം എന്തിനാണ്, ഇനി ജീവിച്ചിരിക്കേണ്ട കാര്യവുമില്ല, സച്ചി ഇനി ഈ ലോകത്തെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ കട്ട് ചെയ്തതോടെ
ആരതിക്കാകെ ടെൻഷനായി. വീണ്ടും വീണ്ടും സച്ചിയെ വിളിച്ചിട്ടും സച്ചി ഫോൺ എടുക്കുന്നില്ല. സച്ചി കാറ് മുന്നോട്ടെടുത്ത് ബീച്ച് ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു കഴിഞ്ഞു. ആരതിക്ക് ടെൻഷൻ വല്ലാതെ അധികരിച്ചുകൊണ്ടിരുന്നു. വീണ്ടും വിളിച്ചിട്ടൊന്നും സച്ചി കോൾ എടുക്കുന്നില്ല. ഇതെന്തൊരു കഷ്ടമാണ്. സച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ? എന്തായിരിക്കും സച്ചിക്ക് പറ്റിയത് എന്നാലോചിച്ച് ആരതി വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും ആരതിയുടെ ഫോണിലേക്ക് കമലമ്മ വിളിച്ചു. സച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും മോള് ഇപ്പോൾ ഈയിടെയായിട്ട് സച്ചി ആരോടും അങ്ങനെ അധികം സംസാരിക്കാറില്ലെന്നും അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് മോളെ വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തുന്നത്. മറ്റേത് അവൻ എത്ര വൈകിയാലും വീട്ടിൽ എത്തിച്ചേരുന്നതിൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ പെരുമാറ്റവും ഇരിപ്പും ഒക്കെ കണ്ടിട്ട് വല്ലാത്ത പേടിയാണ്. അതുകൊണ്ടാണ് മോളെ ഞാൻ വീണ്ടും മോളെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നത്. അവനെ വിളിച്ച് കിട്ടുകയാണെങ്കിൽ ഉടനെ വീട്ടിലേക്ക് വരാൻ പറയണേ എന്നൊക്കെ കമലമ്മ വിളിച്ചു പറയുന്നു. ശരി അമ്മേ എന്ന് പറഞ്ഞ് സംഭവിച്ചതൊന്നും നടന്നുവെന്നും പറയാൻ കൂട്ടാക്കാതെ അതൊക്കെ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് ആരതി കാര്യങ്ങൾ പറയാൻ മടി കാണിച്ച് വേഗം കോൾ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം സച്ചി അന്വേഷിച്ച് വേഗം ബിജുവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. ബിജുക്കുട്ടൻ്റെ അരികിലേക്ക് എത്തിയതും ബിജുക്കുട്ടനോട് സച്ചി തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സങ്കടത്തോടെ അർച്ചന ആരതി അറിയിച്ചു. വേഗം തന്നെ ബിജുക്കുട്ടനും ആരതിയും കൂടി സച്ചി അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ബീച്ചിലേക്ക് എത്തി. ഇതിനിടയിൽ ബീച്ചിൽ വന്ന് സച്ചി അവിടെ നിന്ന് താൻ ഇനി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ലെന്നും തനിക്ക് തൻ്റെ സ്വപ്നങ്ങളും എല്ലാം നഷ്ടമായെന്നും തൻ്റെ പ്രിയപ്പെട്ടവളെയും കുഞ്ഞിനെയും എന്നേക്കുമായി നഷ്ടമായി. തൻ്റെ പ്രിയപ്പെട്ടവൾ ഇന്ന് മറ്റാരുടെയോ ഭാര്യയായി ജീവിക്കുന്നു. തൻ്റെ കുഞ്ഞ് ഇന്ന് മറ്റാരെയോ അച്ഛ എന്ന് വിളിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ, സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിച്ച് അച്ഛൻ്റെ സ്വാതന്ത്ര്യത്തോടെയും വാത്സല്യത്തോടെയും ആ കുഞ്ഞിനൊന്ന് ചേർത്ത് പിടിക്കാനോ ആ കുഞ്ഞിനൊന്ന് കൊഞ്ചിക്കാനോ ലാളിക്കാനോ ഒന്നും തനിക്ക് കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പാഴ്ജന്മം എന്നെല്ലാം ചിന്തിച്ച് സച്ചി ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതിനിടയിലാണ് ആരതിയും ബിജുക്കുട്ടനും കൂടി സച്ചി അന്വേഷിച്ചെത്തിയത്. അങ്ങനെ നേരെ ബീച്ചിലേക്ക് വരുമ്പോൾ ആ പാറക്കെട്ടിന് മുകളിൽ നിന്ന് സച്ചി എന്ന് സച്ചിയുടെ കാറ് ആ ബീച്ചിന് സൈഡിലായിട്ട് വണ്ടി കിടക്കുന്നത് കണ്ടു. ആ വണ്ടി കണ്ടതോടെ വേഗം സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോണ് ആ വണ്ടിക്കുള്ളിൽ കിടന്നുകൊണ്ട് റിങ് ചെയ്യുന്നതായിരുന്നു. അതിനു മുൻപ് സച്ചി തൻ്റെ തീരുമാനമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാറിനോട് ഒരു യാത്ര പറച്ചിൽ നടത്തുകയുണ്ടായി. തൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും അർച്ചനയെ കണ്ടെത്താനായി തൻ്റെ കൂടെ ഓടി നടന്നവനാണ് നീയെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ അവസാന നിമിഷത്തിലും നീ തന്നെ എൻ്റെ മുന്നിൽ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ എടുത്ത ഈ അവസാന തീരുമാനത്തിൽ എൻ്റെ ഒപ്പം സാക്ഷിയായി നീ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഒരുപാട് നന്ദിയുണ്ടെന്നെല്ലാം കാറിനോട് നന്ദി കൂടി അറിയിച്ചിട്ടാണ് സച്ചി അവിടെ നിന്ന് ആ പാറക്കെട്ടിനരികിലേക്ക് നടന്നു നീങ്ങിയത്. ഒടുവിൽ ആ കാർ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ആരതിയും ബിജുക്കുട്ടനും വളരെ പ്രതീക്ഷയോടെ സച്ചിയെ വന്ന് അന്വേഷിച്ചു. പക്ഷേ അവിടെയെങ്ങും സച്ചിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ആ തൊട്ടടുത്ത പാറക്കെട്ടിനടുത്ത് നിന്ന് അവിടെ നിന്ന് ഉറക്കെ സച്ചി എന്ന് വിളിക്കുകയാണ് ആരതി. അപ്പോഴേക്കും ആ പാറക്കെട്ടിൻ്റെ സൈഡിൽ കിടന്ന ആ ചെപ്പൽ കണ്ട് അത് സച്ചിയുടേതാണെന്ന് ആരതി തിരിച്ചറിഞ്ഞു. ഒടുവിൽ ബിജുക്കുട്ട ഇത് സച്ചിയുടെ ചെപ്പലാണെന്ന് പറഞ്ഞ് അതും കയ്യിലെടുത്ത് ആരതി പൊട്ടിക്കരയുകയാണ്. ഇതിനിടയിലാണ് വീട്ടിൽ മടങ്ങിയെത്തി ഉറക്കത്തിലായിരുന്ന അർച്ചന പെട്ടെന്നെന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടലോടെ ചാടി നിൽക്കുന്നത്. ശശിക്കെന്തോ ആപത്ത് സംഭവിച്ചു എന്ന ടെൻഷനിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന അർച്ചന ശശിയേട്ടൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടാകുമോ എന്ന ആശങ്കയായിരുന്നു അർച്ചനയുടെ മനസ്സിനെ അലട്ടിയത്. തൻ്റെ താലിയിൽ മുറുകെ പിടിച്ചു നോക്കിയപ്പോൾ താലിയിൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നും താലി അതുപോലെ തന്നെ തൻ്റെ കഴുത്തിൽ ഭദ്രമായിട്ടുണ്ടെന്നുള്ള ഉറപ്പിൽ അർച്ചന സമാധാനത്തോടെ ശശിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശശിയേട്ടാ, ഇനി അധിക നാൾ ഈ സമൃദ്ധി എന്ന ഈ വേഷങ്ങളിൽ ഉണ്ടാവില്ല. താമസിയാതെ തന്നെ ശശിയേട്ടൻ്റെ അർച്ചനയായി ഞാൻ മടങ്ങിയെത്തും. അതിനു മുൻപ് അർച്ചനയോടുള്ള പ്രതികാരം എനിക്ക് വീട്ടിയേ തീരൂ. അവളെ എന്നേക്കുമായി നശിപ്പിക്കണമെന്ന് അർച്ചന മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഓർത്തുകൊണ്ട് സച്ചിയുടെ അരികിലേക്ക് മടങ്ങുന്നതിന് മുൻപ് താൻ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അർച്ചന ആലോചിക്കുമ്പോൾ ആരതി ശശിയുടെ ചെപ്പൽ കിട്ടിയതിൻ്റെ വിഷമത്തിൽ സച്ചി എന്തോ കടുങ്കൈ ചെയ്തു എന്ന ആ നിരാശയിൽ പൊട്ടിക്കരയുകയാണ് അവിടെ ഇരുന്ന്. ഒരു വിധത്തിൽ ബിജുക്കുട്ടൻ സമാധാനിപ്പിച്ച് ആരതിയെ കാറിനരികിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് ആ ലൈഫ് ഗാർഡ് വന്ന് ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം? അപ്പോഴേക്കും കയ്യിലിരുന്ന ചെപ്പലുമായിട്ട് വേദനയോടെ സച്ചിയുടെ കാറിനരികിലേക്ക് വന്ന് നിൽക്കുന്ന ആരതി തൻ്റെ ഒരു സുഹൃത്ത് സച്ചിയെ കാണാത്തതിൻ്റെ വിഷമത്തിലാണെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഈ പാറക്കെട്ടിന് മുകളിൽ നിന്ന് ഈ കാറിൻ്റെ ഉടമയാണോ എന്ന് ചോദിച്ചു. അതേ എന്ന് അവർ പറഞ്ഞപ്പോൾ അയാൾ ഈ പാറക്കെട്ടിന് മുകളിൽ നിന്ന് കുറച്ചു മുൻപ് കടലിലേക്ക് എടുത്ത് ചാടിയിരുന്നു എന്ന് ആ ലൈഫ് ഗാർഡ് പറഞ്ഞതോടെ ബിജുക്കുട്ടനും ആരതിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സച്ചിക്ക് ആപത്ത് സംഭവിച്ചു എന്ന ആശങ്കയിൽ സച്ചി എന്നേക്കുമായി ജീവിതം അവസാനിപ്പിച്ചു എന്ന വേദനയിൽ ആ വാർത്തയെറിഞ്ഞ് പൊട്ടിക്കരയുന്നു.